ഫിയർ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നിൽക്കുന്നത് രാമേശ്വരത്താണ്. ഇന്നലെ രാത്രി രാമേശ്വരത്തെത്തിയാണ്. ഇത് ഈ കോട്ടേജിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. അത്യാവശ്യം നല്ല കോട്ടേജാണ്. അത്യാവശ്യം നല്ല സ്പേസിങ് പാർക്കിങ്ങും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടി മുമ്പ് തന്നെ നമ്മൾ ആക്സസിബിലിറ്റി തന്നെ വണ്ടി വയ്ക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ട് മെല്ലനെ വിടുന്നത് ധനുഷ്കോടിയിലേക്കാണ്. കാരണം ധനുഷ്കോടിയിൽ ഇപ്പോൾ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഇത്ര വണ്ടികൾക്ക് മാത്രമേ പെർമിഷനുള്ളൂ. അത് കഴിഞ്ഞ് അവർ ബ്ലോക്ക് ചെയ്യും. ആ വണ്ടികൾ കയറുന്നതിനനുസരിച്ചും ഇതിൻ്റെ ഇത്ര ലിമിറ്റ് വെച്ചിട്ടാണ് അവർ കയറ്റി വിടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏർലി മോർണിംഗ് പോകാൻ ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ഒരു സൺറൈസ് കാണുകയും ചെയ്യാം. അതേപോലെ തന്നെ ആ ആംബിയൻസ് വലിയ ക്രൗഡഡ് അല്ലാതെ നമുക്ക് അനുഭവിക്കുകയും ചെയ്യാം. അല്ലാതെ ഫുള്ള് ക്രൗഡഡ് ആകുമ്പോൾ നമുക്ക് ആംബിയൻസ് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്. ഇപ്പോൾ രാമേശ്വരം അമ്പലത്തിലേക്ക് വരുന്ന തിരക്ക് തന്നെ അത്യാവശ്യം നല്ലോണമുണ്ട്. കുട്ടികളും വലിയവരും എല്ലാവരും റോഡിലൂടെ വളരെ സ്പ്രെഡായിട്ടാണ് നടക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. ഇവിടുത്തെ റോഡുകൾ കണ്ടാൽ അറിയാം നിങ്ങൾക്ക്, വളരെ മോശാവസ്ഥയിലാണ്. ഒന്ന് നമ്മുടെ ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ ഫുള്ള് മണലും ചെളിയാണ്. പിന്നെ ഇവിടെ മെയിൻ്റനൻസ് വളരെ വളരെ മോശമാണ്. മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഒന്നാമത് അത്രയും ക്രൗഡഡ് ആയിട്ട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അതിനിടയിൽ കൂടി ഹിമാലയനും വിത്ത് ബാക്കിൽ സാഡിൽ ബാഗും ഉണ്ട്. അതും വെച്ചിട്ടാണ് നമ്മൾ റൈഡ് ചെയ്യുന്നത്. പക്ഷേ വലിയൊരു എഫേർട്ടില്ലാതെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ഹിമാലയൻ വെച്ചിട്ട് ഇങ്ങനത്തെ സ്ഥലത്തൂടെ പോകുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷേ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. സുഖമായിട്ട് നമുക്ക് ടാക്സിൽ പോകാൻ പറ്റും. ഒന്ന് കയറിയിരിക്കും. വണ്ടി പുറമേ നിന്ന് കാണുന്ന പോലെയല്ല നമ്മൾ കയറി ഇരുന്ന് കഴിയുമ്പോൾ. പുറമേ നിന്ന് കാണുമ്പോൾ ഭയങ്കര ബൾക്കി വണ്ടിയാണ്. ഇതെങ്ങനെ ഓടിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ വണ്ടീൻ്റെ മുകളിൽ കയറിക്കുമ്പോൾ നമുക്ക് നല്ല ബാലൻസും കിട്ടും, നല്ല കൺട്രോളും കിട്ടും. ഇപ്പം പോകുന്നത് ഇവിടുത്തെ കടലിൻ്റെ സൈഡിലൂടെയാണ്. ഈ കടലിൻ്റെ അഗ്നിതീർത്ഥം എന്ന് പറയുക. ഇവിടെ കുളിച്ചിട്ടാണ് എല്ലാവരും അമ്പലത്തിൽ പോവുക. അപ്പോൾ അതിന് ബലിയിടുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ക്രൗഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി വേണം ഇതിൻ്റെ ഉള്ളിൽ കൂടി വേണം നമുക്ക് നമ്മൾ ഹൈവേ പിടിച്ച് മെയിൻ റോഡ് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മെയിൻ ഹൈവേയിലേക്ക് കയറി. സ്ട്രെയിറ്റ് റോഡാണ്. ഇനി ഇവിടുന്ന് നമ്മൾ ധനുഷ്കോടി വരെയും ടേൺസ് ഒന്നുമില്ല, നേരെ അടിക്ക് വിട്ട് പോകാം. പക്ഷെ നമ്മളെന്നാലും ഒരു ആവറേജ് സ്പീഡിലാണ് പോകുന്നത്. 70-80 സ്പീഡിലാണ് പോകുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡ് കൂടുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സൈറ്റ് സീയിങ് ഒന്നും പറ്റില്ല. നമ്മൾ കംപ്ലീറ്റ്ലി കോൺസെൻട്രേഷൻ നമ്മുടെ ബൈക്കിൻ്റെ മുകളിലും റോഡിൻ്റെ മുകളിലായിരിക്കണം. എന്തെങ്കിലും പട്ടിച്ചാടോ എന്തെങ്കിലും വന്നാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോകും. നമ്മളൊരു 80 ആ സ്പീഡിൽ പിടിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നാമത്തെ നല്ല വിസിബിലിറ്റി ആയിരിക്കും. പിന്നെ അതിൻ്റെ സൈഡുകളൊക്കെ കൊണ്ട് എല്ലാം ആസ്വദിച്ചുകൊണ്ട് തന്നെ റൈഡ് ചെയ്യും. മറ്റേത് കൂടുതൽ സ്ട്രെയിൻ കൂടും. ഏർലി മോർണിംഗ് ആണ്. അത്യാവശ്യം നല്ല സ്പീഡിലായിരിക്കും ഇതിൽ കൂടി വണ്ടികൾ വരികയും ചെയ്യും. അപ്പോൾ നമ്മളൊരു ആവറേജ് സ്പീഡ് പിടിച്ചിട്ടാണ് പോകുന്നത്. ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോകുന്ന വഴിയെ കൊണ്ടൊരു സംഭവമുണ്ട്. നേവീൻ്റെ ബോട്ടാണിത്. ഇത് വെള്ളത്തിലൂടെയും പോവും, കരയിലൂടെയും പോവും കേട്ടോ. ഇതിന് ചുറ്റും ഒരു എന്താ പറയുക ബ്ലാഡർ പോലത്തെ സംഭവമാണ്. അതിനുള്ളിൽ ഇത് ശരിക്കും മണ്ണിലൂടെ ഡ്രിഫ്റ്റ് ചെയ്തിട്ടാണ് പോകുക. അങ്ങനെ സ്ലൈഡ് ചെയ്ത് വെള്ളത്തിലേക്ക് ഇറങ്ങും. ഒരു നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. പക്ഷേ ഗോപ്രോയ്ക്ക് സൂമിങ് കപ്പാസിറ്റി ഇല്ലാത്ത കാരണം ഇതെടുക്കാൻ പറ്റിയില്ല. പക്ഷേ കേട്ടോ ഡ്രിഫ്റ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന അടിപൊളിയൊരു സീനായിരുന്നു. വെള്ളത്തിലിറങ്ങി. ഇതേപോലെ കൊച്ചു ദ്വീപുകളുണ്ട് അവിടെയും ഇവിടെയായിട്ട് നമ്മുടെ ധനുഷ്കോടിയിൽ. അപ്പോൾ ഇവർ ഇനി നേരെ ആ ചെറിയ ദ്വീപിൽ പോയി അവിടെ നിന്ന് കറങ്ങി തിരിച്ചിങ്ങനെ വരും. അങ്ങനെ ഒരു പെട്രോളിങ് ചെയ്യുന്ന നേവിയാണത്. അങ്ങനെ ധനുഷ്കോടിയിലെത്തി ഞങ്ങൾ ജസ്റ്റ് ബീച്ചിലേക്ക് ഇറങ്ങി. കറക്റ്റ് ടൈമിനാണ് ഞങ്ങൾ വന്നത്. വന്ന് സൺറൈസ് ഉദിച്ച് വരുന്ന സമയമാണ്. വലിയ ചൂടുമില്ല. അങ്ങനത്തെ ഒരു ടൈമാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് ബീച്ചാണെങ്കിലും ഇവിടെ വളരെ ആഴം കുറവാണ്. നമ്മളെ എന്താ പറയുക പാദത്തിൻ്റെ അത്ര വരെ ആഴമുള്ളൂ. അങ്ങനെ വെച്ച് കുറച്ച് സ്ഥലങ്ങളല്ല, ഒരുപാട് സ്ഥലത്തേക്ക് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് കുറേ ലോങ് വ്യൂവിൽ ആൾക്കാർ അവിടെ ഇവിടെ നിൽക്കുന്നത്. അവരൊക്കെ നിൽക്കുന്ന അവരെ ഹൈറ്റ് കണ്ടോ, മണലിൽ അത്രയേ ഉള്ളൂ.
അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദൂരം കടലിൻ്റെ ഉള്ളിലേക്ക് നടക്കാൻ പറ്റും. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടെ വരുന്നത് പറഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന അവരൊക്കെ കടലിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത്രയും കടലിലേക്ക് കയറുമ്പോഴേക്കും മുങ്ങിപ്പോലെ. തിരമാലകളും വളരെ ലൈറ്റ് തിരമാലയാണ്, അതുപോലെ തന്നെ ഹൈറ്റ് വളരെ കുറവാണ്. ഫുള്ള് മൺതിട്ടകളാണ്. മണലിൻ്റെ തിട്ടകളായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിലൂടെ നടക്കാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വൺസ് എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് രാമേശ്വരം. ഇതാണ് അവനിപ്പോൾ പോകുന്ന അവൻ്റെ കാലിൻ്റെ ഹൈറ്റ് കണ്ടെങ്കിൽ വളരെ എന്താ പറയുക കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് കടലിൻ്റെ നടുക്കേക്ക് നടന്ന് പോകാൻ പറ്റും. പ്ലേസിലൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ഐതിഹ്യങ്ങളും സത്യമായിരുന്നോ എന്ന് തോന്നിപ്പോകും. കാരണം ആദ്യത്തെ പ്രകൃതിയും അതേപോലെ തന്നെ പണ്ട് നമ്മൾ പഠിച്ചതും കേട്ടതറിഞ്ഞതും ആയ കാര്യങ്ങളുമൊക്കെ ഒരുപാട് മാച്ചിങ് ആണ്. ഇവിടുത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോണ്, അതേപോലെ തന്നെ ഈ എന്താ പറയുക ശ്രീലങ്കയിലുള്ള 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് മൊത്തം. അവിടേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എന്താ പറയുക കൺവിൻസിങ് ആയി തോന്നും നമുക്ക് ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ. പക്ഷെ നമ്മൾ വന്നിരിക്കുന്നത് റൈഡ് എൻജോയ് ചെയ്യുക, അതേപോലെ തന്നെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ നേരെ തിരിച്ച് റിട്ടേൺ അടിക്കുക. പക്ഷെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നത്. എല്ലാവരും വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ രാവിലെ അല്ല ഈവനിങ് വരാൻ ശ്രമിക്കുക. അതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വൈബ് നഷ്ടപ്പെട്ടു പോകും, ചൂട് കാരണം. അതുപോലെ തന്നെ ക്രൗഡഡ് ആയിട്ട് ഏർലി മോർണിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് ടൈം കേട്ടോ വരാൻ വേണ്ടിയിട്ട്. 6 മണിയാകുമ്പോൾ നമുക്കും കടത്തി വിടാമെന്ന് പറയും. അപ്പോൾ 6 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ഫാമിലി ആയിട്ടും എങ്ങനെ വേണമെങ്കിലും വരാൻ പറ്റുന്നൊരു അടിപൊളി സ്ഥലമാണ്. വേറെ ഷോപ്പുകളോ കാര്യങ്ങളൊന്നും ഈ സമയത്ത് ഓപ്പൺ ആവില്ല, അതുകൂടി ശ്രദ്ധിക്കണം. പിന്നെ ഈ ധനുഷ്കോടി ഈ മെയിൻ ഹൈവേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ ഇതുപോലത്തെ ഒരു വേറൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.